സമാധിയാക്കപ്പെട്ടത് അല്ലേ? ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് രാജ്ഘട്ടിലാണ്, ഡൽഹിയിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന ഒത്തിരി ആളുകളുടെ സമാധി സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട്, അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തിവൻ, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ട്, ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥൽ, രാജീവ് ഗാന്ധിയുടെ വീർഭൂമി ഒക്കെ ഇവിടെയാണുള്ളത്. ഇവിടെയാണ് നമ്മുടെ ഗാന്ധിജിയുടെ സമാധി സ്ഥലമാണ് കാണുന്നത്. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് മൊത്തത്തിൽ. ശരി, ഇവിടെ നമ്മളിവിടെ ഗാന്ധിജിൻ്റെ അടുക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പുകൾ അങ്ങോട്ട് ഊരി വെക്കണം. രാജ്ഘട്ടിലുള്ള നമ്മുടെ ഗാന്ധിജിയുടെ സമാധി സ്ഥലത്തേക്കുള്ള സ്ഥലം ഭംഗിയുള്ള പ്ലേസാണ്. ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തേക്കാണ്. കാരണം ഒരു ജീവിതത്തിന് നല്ലൊരു ശതമാനം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അഹിംസാപരമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ ലോകത്ത് മുഴുവനും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ ഓർക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് മനോഹരമായിട്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് അത് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ആശാവഹമായ കാര്യം. ഒരു അഗ്നിയുണ്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലേക്കുള്ളതാണ് ഇവിടെ. ഡൽഹി സെക്രട്ടേറിയറ്റാണ് കാണുന്നത്. സ്ഥലം അതൊന്നും എല്ലാം പ്രധാന സ്ഥലമുണ്ടല്ലോ. സുപ്രീം കോടതി ഫുൾ വ്യൂ വരുന്ന സ്ഥലമുണ്ട്. ഫുൾ വ്യൂ നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യ ഗേറ്റിന് മുന്നിലാണ്. അത്യാവശ്യം തിരക്കാണ് കേട്ടോ. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലെ തന്നെ വലിയൊരു അട്രാക്ഷനാണ്. ഇതൊരു യുദ്ധസ്മാരകമാണ്. ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഇന്ത്യ ഗേറ്റിലെ അതിൽ പങ്കെടുത്തിട്ടുള്ള യോദ്ധാക്കളുടെ പേരുകൾ കുത്തിവെച്ചിട്ടുണ്ട്. ഏകദേശം 42 മീറ്ററാണ് ഇതിൻ്റെ ഉയരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഇതിന് ചുറ്റുവട്ടത്തും വളരെ മനോഹരമായ ഉദ്യാനങ്ങൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ, നമ്മുടെ രാഷ്ട്രപതി വസിക്കുന്ന വസതി. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 1910 മുതൽ 20 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ഒരു രാഷ്ട്രപതി ഭവൻ നിർമ്മിക്കുന്നത്. ഏകദേശം 340ഓളം റൂമുകളുണ്ട് ഇതിൽ. ഏകദേശം 700 ബില്യൺ കട്ടകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇതിനു മുന്നിൽ മനോഹരമായ മുഗൾ ഗാർഡൻ എന്ന് പറയുന്ന മനോഹരമായ ഉദ്യാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രപതിമാരുടെ വസതികൾ, ഏറ്റവും വലിയ ഒരു വസതി കൂടിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ഭവൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്ക് 1000 കൊടുത്തിട്ടുള്ളൂ. അവർ നോക്കണത് സാരി എന്ന് പറയും. ഇത് ഇന്ദിരാഗാന്ധിയുടെ സാരിയാണ്. ഇന്ദിരാഗാന്ധി എന്ന വെടിയുള്ള അന്ന് ധരിച്ചിരുന്ന സാരിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഫുള്ള് ഇന്ദിരാഗാന്ധിയുടെ നല്ല തിരക്കാണ് കേട്ടത്. ഒരു അച്ഛൻ്റെ പേര് അമ്മ ഫുള്ളായിട്ടുണ്ട്. ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്. അവർ ഉപയോഗിക്കുന്ന വാച്ച്, അവർ ഉപയോഗിച്ച വസ്തുക്കളാണ്. ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചിരുന്ന വാച്ച്. വേറെ പഠിക്കാൻ അവർ ഉപയോഗിച്ച് കണ്ണട നോക്കി. ഇന്ദിരാഗാന്ധിൻ്റെ കണ്ണടയാണ്. ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ വൈഫ്. ഒരു പേര്
ഇങ്ങനെ ഫോട്ടോ ആണ് നമ്മൾ ഇന്ദിരാഗാന്ധി ചെറുപ്പത്തെ ഫോട്ടോ. അന്ന് ഇന്ദിര പ്രിയദർശിനി. ഇത് അന്ന് ഗാന്ധിജി മരിച്ചെന്നുള്ളതാണ്. ഇത് രാജീവ് ഗാന്ധിയുടെ ആയിരുന്നു നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂം. അതൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. അങ്ങനെ വലിയ സംഭവം കുഞ്ഞു കുഞ്ഞു ബെഡ്, ഒരു ബെഡും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് അവിടെ ഒരു ലൈബ്രറി ഒക്കെ ഉണ്ട്. ഇവിടെ കസേര ചേരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നാലാമത്തെ ഖുറാനാണ്. ഖുറാനൊക്കെ ഉണ്ടെന്നാണ്. इंदिरा गांधी